ഹരി ഓം. ഏവർക്കും വർണ്ണാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവന്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ്. 2025 ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക. ഓക്കെ, അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 മാർച്ച് 29 ശനി രാശി മാറുന്നത്. അപ്പം അന്ന് മുതൽ 2027 6 മാസത്തില്, അതായത് ജൂൺ മാസത്തിൽ 3 വരെയാണ് ഈ ഒരു രാശി മാറ്റത്തിന്റെ ഫലം എന്ന് പറയുന്നത്. നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശി മാറി ഒരു സ്ഥലത്ത് രാശിയിൽ നിൽക്കുക അല്ലെ. 2.5 വർഷത്തോളം, ചില സമയത്ത് 2.25 2.25 അങ്ങനെയൊക്കെ വരേണ്ട, 2.5 വർഷത്തോളം ഒരു രാശി തന്നെ നിൽക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായ സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ. ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമുക്കിപ്പോ ശനിദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു 50 to 20% എങ്കിലും അല്ലെങ്കിൽ 25% എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് ബാധിക്കും. കാരണം അത്രയും നാൾ നീണ്ടു നിന്നൊരു രാശിമാറ്റമാണ്. അത് മാത്രമല്ല നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും. ആദ്യമേ രാശിഫലം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാർട്ടും കൂടെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. ഒരു വീഡിയോയുടെ എങ്കിലും കാണുക, ഒരു രാശിയുടെ ഫലം കേട്ടിട്ട് ആ കൺക്ലൂഷൻ പാർട്ടെങ്കിലും കാണുക. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തൊട്ടടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ നിൽക്കിക്കോളൂ കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമരടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത്. ഓക്കെ, മകരരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശനിയുടെ ഒരു രാശിമാറ്റം നമ്മൾ കുറെ നാളായിട്ടല്ല കുറെ വർഷങ്ങളായിട്ട് കാത്തു നിന്നൊരു മാറ്റമാണ് അല്ലെ. നമ്മുടെ ഏഴശനി എന്ന് പറയുന്ന അവസാനിച്ച് ശനി 3ലേക്ക് രാശി മാറുകയാണ്. നമുക്ക് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വരും. കാരണം ഞാൻ പറയാണ്ട, മകരരാശിയെ സംബന്ധിച്ചോളം നമ്മളെ ആ കഷ്ടപ്പാടുകൾ, നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, രോഗദുരിതങ്ങള്, ബുദ്ധിമുട്ടുകള്, ഓരോ പേടുദോഷങ്ങള്, അപമാനങ്ങള്, ഇതൊക്കെ നമുക്ക് മാറിക്കെട്ടി നമുക്ക് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് നമുക്ക് 3, 7, 10 ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പം മകരരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 5ലേക്കും അതുപോലെ തന്നെ നമുക്ക് 9ലേക്കും അതുപോലെ 12ലേക്കാണ് ദൃഷ്ടി വരിക എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ രോഗങ്ങളൊക്കെ കുറയുക, അതുപോലെ ദുഃഖങ്ങളൊക്കെ മാറുക, കടങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുക, വിദേശ യോഗം പറയുക, മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങളൊക്കെ ലഭിക്കുക, നമുക്ക് വന്ന അപമാനങ്ങളൊക്കെ മാറിക്കിട്ടുക, അതുപോലെ തന്നെ പഠനത്തിനൊക്കെ അവസരം കിട്ടുക. കാരണം പലരുടെയും പഠനങ്ങളൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മുന്നോട്ടൊരു കയറ്റം ഇല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുക. അതൊക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ചാൻസ് കിട്ടുക. വിവാഹ ജീവിതത്തിലൊക്കെ ആകുമ്പോൾ ചില പരീക്ഷണങ്ങൾ വന്നേക്കാം, പക്ഷെ ആ പരീക്ഷണമൊക്കെ നന്നായി മുന്നോട്ട് തന്നെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ വരവുകൾ ഉണ്ടാവും, നല്ല രീതിയിലുള്ള വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിക്കും. സന്താന ഭാഗ്യങ്ങൾ പറയാം, നല്ലൊരു സുഖം, സന്താന സുഖം എന്ന് പറയുമ്പോൾ സന്താന ഭാഗ്യം. നമ്മൾ പല കാലങ്ങളായിട്ട് ദമ്പതികൾക്ക് സന്താനങ്ങളില്ലാതെ ദുഃഖത്തിൽ നിൽക്കുന്നവർക്ക് ആ ദുഃഖങ്ങളൊക്കെ മാറുക. അതുപോലെ തന്നെ സന്താനങ്ങളുള്ളവർക്ക് തന്നെ സന്താനങ്ങളെ ഓർത്തുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി അവരുടെ ലൈഫും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമുക്ക് പൊതുവെ ഒരു ഈശ്വരാധീനയൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തില് എന്തെന്നില്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയില്ലാത്ത കുറെ വഴക്കുകള്, കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ, സൗന്ദര്യ പണക്കങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ശനിമാറ്റത്തില് നമുക്ക് അനുകൂലം എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും സൂപ്പർ, ഏറ്റവും ഡൂപ്പർ എന്ന് പറയുന്നത് ആർക്കൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടവത്തിനും മകരത്തിനുമാണ്. ഓക്കെ, ഇടവ രാശിക്കും മകരരാശിക്കാണ് ഏറ്റവും സൂപ്പർ ഈ ഒരു രാശിമാറ്റം എന്ന് പറയുന്നത്. സോ നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകണം. അതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നല്ല സമയമാണ്. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര നേരം കഷ്ടപ്പെട്ടില്ല, ഇനി കുറച്ച് സമാധാനിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഫലം വന്നിട്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഞാൻ പറയാനുണ്ട്. നമ്മളൊരു പ്രഡിക്ഷൻ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ ലോജിക്കോട് ചിന്തിക്കണം. നമുക്ക് നല്ല സമയമാണ്, ഭാര്യയായിട്ട് നമുക്ക് ഐക്യത്തിൽ പോകാൻ, അല്ലെങ്കിൽ കുടുംബമായിട്ട് നമുക്ക് ഒന്നിച്ചു പോകാൻ സമയമുണ്ട്, അല്ലെങ്കിൽ യോഗമുള്ള സമയമാണ്.
നമ്മുടെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ എന്താണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. ചെറിയ പ്രശ്നം കണ്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഊതി വീർപ്പിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ എന്തുണ്ടാവും, ആ പ്രശ്നം അതുപോലെ നിലനിർന്നു തന്നെ പോകും അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളും കൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡബിൾ ആവണ്ടേ, നമ്മളും കൂടി സാഹചര്യം മനസ്സിലാക്കണ്ടേ. ഇപ്പൊ ഒരു തൊഴിൽ കിട്ടാൻ യോഗമുണ്ട്, തൊഴിൽ അന്വേഷിക്കാതിരുന്ന തൊഴിൽ കിട്ടുമോ? ഇല്ല. സോ അത് അന്വേഷിച്ചിറങ്ങണം. തൊഴിലിന് പുരോഗതി ഉണ്ടാകാൻ സാധ്യത, നമ്മൾ തൊഴിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താലേ നമുക്ക് അനുസരിച്ചുള്ള മുൻകയറ്റം കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് നല്ല ഉയർച്ച കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ വളരാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നമ്മുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകണ്ടേ. നമ്മൾ കണ്ടു, പക്ഷെ റെക്ടിഫൈ ചെയ്യാതിരുന്ന ആരുടെ മിസ്റ്റേക്കാണ്, നമ്മുടെ മിസ്റ്റേക്ക് അല്ലേ. സോ നല്ല സാഹചര്യമാണ്, നല്ല ടൈമാണ് ഈ ഒരു രാശിമാറ്റം, ശനിയുടെ രാശിമാറ്റം നിമിത്തം. സോ നമ്മൾ ഈ ടൈം യൂസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ടൈം യൂസ് ചെയ്തില്ലെങ്കിൽ സമയം ആർക്ക് വേണ്ടിയും കാത്തിരിക്കൂല അല്ലെ. ഈ ലോകത്തെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം സമയമാണ്. ആർക്ക് വേണ്ടിയും എന്തിനു വേണ്ടിയും സമയം വെയിറ്റ് ചെയ്യില്ല. സോ നമ്മൾ സമയത്തിനൊപ്പം ഓടിക്കണം, അതായത് സമയത്തിന് മുമ്പേ ഓടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ സമയം അനുസരിച്ച് ഓരോ സാഹചര്യം അനുസരിച്ച് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാലേ മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ, നമുക്ക് വിജയത്തിലേക്ക് എത്താനായാലും സാധിക്കുള്ളൂ. സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്കറിയാം നിങ്ങളുടെ വിഷമങ്ങൾ പലരും എന്തെങ്കിലും കമന്റ് ചെയ്ത്, അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ആയിട്ടും കൺസൾട്ടേഷൻ നടത്തുമ്പോൾ കൺസൾട്ടേഷൻ സമയത്തും എന്താണ് നിങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം എന്താണ് എന്നോട് പങ്കുവെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം മനസ്സിലായിട്ടുണ്ട്. സോ അതെല്ലാം അതിൽ നിന്നൊക്കെ ചെറിയ രീതിയിലായൊരു മുക്തി നിങ്ങൾക്ക് ലഭിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ കിട്ടും. ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് എന്താണ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു തുടങ്ങും. പറഞ്ഞല്ലോ, നമുക്ക് പയ്യെ അതിന്റെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടാകുന്നു. അതിന് മുമ്പത്തെ പ്രഡിക്ഷനിൽ ഞാൻ പയ്യെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ നന്നായി വരുന്നുണ്ട്. കാരണം എന്താണ്, ഈ ശനി രാശി മാറ്റം എന്ന് പറയുമ്പോൾ 6 മാസം മുമ്പ് തൊട്ട് അതിന്റെ റിസൾട്ട് പയ്യെ തന്നു തുടങ്ങും. 3 മാസം മുമ്പ് തൊട്ടൊക്കെ എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തന്നു തുടങ്ങും. ട്രാൻസിറ്റിനൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നു തുടങ്ങും കേട്ടോ. സോ ഹാപ്പി ആയിട്ടിരിക്കാം, സന്തോഷമായിട്ടിരിക്കാം. നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ പരിഹാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കണ്ടെത്തേണ്ട ചുമതല നിങ്ങളുടെയാണ്. കണ്ടെത്തിയ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ചുമതല നമ്മുടെ തന്നെയാണ്. സോ ആ ചുമതല നമ്മൾ കൃത്യമായിട്ട് ഇരിക്കുക. ശനി എന്താണ് ഇത്ര നാൾ ഏഴശനിയായിരുന്നു. സോ ആ ഏഴശനി എന്താണ് 3ലേക്ക് രാശി മാറുകയാണ്. സോ നമുക്ക് അനുകൂലമായിട്ട് സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇടവത്തിനും മകരത്തിനും എന്ന് പറയുന്നത് ശനി മാറ്റം എന്ന് പറയുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. സോ അതനുസരിച്ച് എന്ത് ചെയ്യാം, മുന്നോട്ട് പോയേ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വരുമാന മാർഗങ്ങളൊക്കെ കൂടാൻ സാധിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ഹ്യൂജ് ആയിട്ടുള്ള ബിഗ് ആയിട്ടുള്ള തിങ്സ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ സർവാഭീഷ്ട സിദ്ധി എന്ന് പറയാം, അല്ലെങ്കിൽ സർവ്വ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാണ് സിദ്ധിക്കാൻ പറ്റുന്ന കാര്യമാണ്. വരുമാനമൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. തൊഴിൽ നേട്ടം പറയാൻ സമയമാണ്. ബിസിനസ്സിനൊക്കെ നല്ല നേരമാണ്. നമ്മളിവിടെ ചെയ്യേണ്ടത് മകരാശി നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പ്രവൃത്തി കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക, ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, കൃത്യമായിട്ട് നമ്മൾ നല്ല ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളായിരിക്കുക, നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥന ചെയ്യുക. ഓക്കെ, മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം, നമുക്ക് നല്ല രീതിയിൽ സക്സസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത് എന്താണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ടൈമാണ്, നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താണ് മന്ത്ലിയുള്ള പെഡിഷൻസ് വരുമ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. പക്ഷെ എന്നിരുന്നാൽ പോലും ഓവറോൾ ശനിയുടെ മാറ്റത്താൽ നിങ്ങൾക്ക് എന്താണ് അനുകൂലമായ അത്യുത്തമമായിട്ടുള്ള ഫലങ്ങളാണ്. സോ അതിൻ്റെതായ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടൂലേ അല്ലെ. തന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇറുക്കി കെട്ടി വെച്ചിരുന്ന എന്താണ് പയ്യെ കൈ ലൂസായി തന്നെ നമുക്ക് സന്തോഷമാണ്, നമുക്ക് ശ്വാസം വിടാൻ പറ്റും. സോ നിങ്ങൾ അതനുസരിച്ച് കീപ്പ് ഓൺ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അപ്പൊ ഓവർ എക്സ്പെക്ടേഷനിലേക്ക് പോലെ എന്തൊരു കാര്യത്തിലും നല്ലതാണ് സംഭവിക്കണേ. ഓക്കെ, പക്ഷെ ദോഷം വരുന്നതിനനുസരിച്ച് ദോഷം പറയുന്നത് നിങ്ങൾ അതനുസരിച്ച് എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ നല്ലത് പറയുമ്പോൾ ഒരിക്കലും അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറയില്ല. കാരണം എന്താണ്, അവിടെ നമ്മുടെ മറ്റുള്ള ഫാക്ടേഴ്സ് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അത് മാത്രമല്ല ഓവർ എക്സ്പെക്ടേഷൻ കൂടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും, ഭയങ്കരമായിട്ട് സന്തോഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ചില മടി കാണിക്കും. എന്ന് വെച്ചാൽ ഇത് കുഴപ്പമില്ല, നല്ല സമയമാണല്ലോ എന്ന് ചെയ്യാം. പക്ഷെ അനാവശ്യമായിട്ട് കുറെ പോയി റിസ്കിൽ ചാടും. അനാവശ്യമായിട്ട് നല്ല സമയമാണല്ലോ എന്ന് ഞാൻ പോയി ചാടിയാൽ ഞാൻ രക്ഷപ്പെടൂല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ രക്ഷപ്പെടുന്നെങ്കിൽ അവിടെയും കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടാവും. സോ നിങ്ങൾ നോക്കി കൃത്യമായിട്ട് ആലോചിച്ച്, ഇപ്പൊ നിങ്ങളുടെ ബുദ്ധിയും ബ്രെയിനും എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. സോ നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് മാത്രം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, നിങ്ങൾ നിങ്ങളുടെ മുതിർന്നവരോടോ അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണ്, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് നോളജ് ഉള്ള ഒരാളോട് അല്ലെ അത് റിലേറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് അഡ്വൈസ് എടുക്കുക. വിഷയമില്ല, കൃത്യമായിട്ട് ടൈം ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും.
കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണ് മറ്റുള്ള നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രമാത്രം കഷ്ടപ്പാട് ഇനി മുന്നോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണ്. കാരണം നിങ്ങൾ നല്ല രീതിയിൽ എന്താണ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ കഷ്ടപ്പാടുകളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല രീതിയിൽ കണ്ണീര് കുടിച്ചവരാണ്. പല കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയാൻ പോലും സാധിക്കാതെ വിഷമിച്ച് ദുഃഖിച്ച് ദുഃഖങ്ങളൊക്കെ എന്താണ് വിങ്ങി പൊട്ടി നിന്നവരാണ്. സോ അവിടെ നിന്ന് കുറച്ച് സമാധാനം കിട്ടുന്നെങ്കിൽ സന്തോഷം ഉണ്ടാവും. ബട്ട് അവിടെ ഹാപ്പി ആയിട്ട് നമ്മൾ സന്തോഷം നിൽക്കാതെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോവുക. ഹാപ്പി ആയിട്ട് നീ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനൊക്കെ മറിമാറിയും ചാടിക്കടന്നും മുന്നോട്ട് പോവാട്ടോ. ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട്. ഇനി എന്തായാലും ദുഃഖിച്ച് വിഷമിച്ച് അയ്യോ എനിക്ക് മോശമാണല്ലോ, നല്ല സമയമാണ് പറഞ്ഞിട്ട് ഈ ദുഃഖമാണല്ലോ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കാതെ അതിന് കാരണം എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള പരിഹാരം ചെയ്ത് മുന്നോട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് പോവുക. കാരണം നമ്മൾ നല്ല ടൈം വരുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് അത്ര വേഗതയിൽ തന്നെ നമ്മൾ പോകണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ആ നല്ല ടൈം കൊണ്ടുള്ള യൂസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇച്ചിരി മോശം സമയം വന്നാലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നല്ല സമയം വന്നപ്പോൾ നമ്മൾ അത്യാവശ്യം കൂളായിട്ട് നടന്നു പോകണമെങ്കിൽ വീണ്ടും ഒരു കഷ്ടകാലം വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനേ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ഇത്ര ഒരു ഹാപ്പി ആയിട്ട് കണ്ടിന്യൂസ് ഒരു വിഷമത്തിലെ സങ്കടത്തിലെ ദുഃഖത്തിലാണെങ്കിൽ പിന്നെയും നമുക്ക് കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നല്ല ഹൈ ലെവലിൽ പയ്യൊന്ന് കുറഞ്ഞിട്ട് പിന്നെയും ഒന്ന് ഹൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിൻ നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോയേക്കാം. സോ നിങ്ങൾ ടൈം നല്ലതാണ്, ഹാപ്പിയാണ്, സന്തോഷമാണ്, എല്ലാം ഓക്കെ, പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും, എല്ലാം ഓക്കെ. ബട്ട് അത് മനസ്സിലാക്കി ഈശ്വരവിശ്വാസത്തോടെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിച്ചു പോവുക. ഇപ്പൊ വിദ്യാർത്ഥി സംബന്ധിച്ച് പഠനമാണെങ്കിൽ പഠനം, തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുക, ബിസിനസ് ചെയ്യുന്നവരെ അത്, ഫാമിലി നോക്കുന്നവരാണെങ്കിൽ ഫാമിലി കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, എല്ലാത്തിനും കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് സൽപ്രവർത്തി ചെയ്ത് നല്ല ചിന്തയോടെ മുന്നോട്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പോവാട്ടോ. ദുഃഖങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ കമന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതൊക്കെ മറക്കുക, പിന്നെ അത് ഓർക്കല്ലേ. ഓക്കെ, പിന്നെ അതിനെ കുറച്ച് വിഷമിക്കാണ്ട് ദുഃഖിക്കാനൊന്നും പാടില്ല. നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഈ ഒരു കമന്റ് ബോക്സിൽ ഷെയർ ചെയ്തോളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരും ഇതൊക്കെ മനസ്സിലാക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മുമ്പിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതെങ്കിൽ താരെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് വരുത്താൻ നിങ്ങൾക്ക് പിന്നീടായാലും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവാം. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു. അപ്പം പലരും ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും, ചിലവര് ഹാപ്പി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലവർക്ക് ഇനി ഇങ്ങനെയാണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ പേരും നക്ഷത്രം വ്യക്തമായി താരെ കമന്റ് ചെയ്യും കേട്ടോ, നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ. അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം. നമുക്ക് ജാതകത്തിൽ ജാതകത്തിൽ നമുക്ക് ശനീശ്വരൻ അല്ലെങ്കിൽ ശനി അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ ഗോചര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത്, ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക്, ശനിയുടെ അപകാരമൊക്കെ നടക്കുന്നവർക്ക് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും. അത് അപ്പൊ എങ്ങനെ എത്തുമെന്ന് വെച്ചാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട്, നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, സൽപ്രവൃത്തികൾ ചെയ്യുക, സൽചിന്തകൾ ചെയ്യുക. ഓക്കെ, എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക. അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട, തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട. നമ്മൾ നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ശനി പ്രീതിയൊക്കെ വേണ്ടവർക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശനി അത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുവായി കഴിഞ്ഞാൽ നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫെങ്കിലും കയ്യിൽ എപ്പോഴും കരുതുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരനെ കുറ്റം പറയാതിരിക്കുക, ശനീശ്വരനെ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക.
അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും? ഈശ്വരൻ തരും അല്ലെ, അല്ലെങ്കിൽ ശനി ഈശ്വരൻ നമുക്ക് നൽകും, പ്രദാനം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാ? നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യാ? നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോവുക. അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൊക്കെ ആയാലും ആ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ തൊട്ടടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത്. കാരണം നമ്മൾ വാട്സപ്പ് പവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയിൽ തന്നെ ഒരു പോൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതിന് ബിസിനസ് റിലേറ്റഡ് ആണ്. ആ പോളിന് ഇച്ചിരി വ്യത്യാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ കൂടി അങ്ങ് നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെന്റും കൂടിയാണ് നിൽക്കുന്നത്. സോ അതിൽ ഏറ്റവും കൂടുതൽ പോള് വരുന്ന ഏതാണോ അതനുസരിച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവുക, വെബിനാർ ഉണ്ടാവുക. മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വെബിനാർ. സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഈ പവേഴ്സ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യും. നമ്മൾ പുതിയതായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിന്റെ അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർ അറിയണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും. പക്ഷെ എന്താ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് അഡ്മിനായിട്ട് കോൺടാക്ട് ചെയ്ത് അതിലൂടെ ജോയിൻ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ തന്നെ വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ. കാരണം കറക്റ്റായിട്ട് പോൾ തീരുമാനിച്ചിട്ട് അതനുസരിച്ച് ടോപ്പിക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു, അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് അയക്കണം. കാരണം എന്താണ്, അമ്മയുടെ നമ്പറും എൻ്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം, ആർക്കാണ് ആരുടെ കൺസൾട്ടേഷന് വേണ്ടിയാണ്. സോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയിക്കും. വാട്സപ്പിലാണെങ്കിൽ എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ എൻ്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി ആണെങ്കിൽ ജസ്റ്റ് ദേവാനന്ദനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാലോ, ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. ഞാൻ മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ്. സോ പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിലായിരിക്കും, അതല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും. അത് മാത്രമല്ല നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അപ്പം കൺസൾട്ടേഷന് വേണ്ടി മാത്രം വെച്ചാൽ ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ. നമ്മൾ ഞായറാഴ്ച ദിവസമാണ്. സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം. ഇപ്പം ഒരു മാസത്തിൽ 4 ഞായറാഴ്ചയല്ലേ ഉള്ളൂ. സോ അപ്പോയിൻമെന്റ്സ് വരുമ്പം നിങ്ങൾക്ക് അറിയാലോ, അനുസരിച്ച് ടൈം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ തരുന്നത്. സോ അതുകൊണ്ടാണ് ആ താമസം. കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓഫീസിൽ നിന്ന് കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സപ്പ് കൂട്ടായ്മയെ കാണാം. പവേഴ്സ് ക്ലബ് എന്ന വാട്സപ്പ് കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള ജോയിൻ ചെയ്താൽ കേട്ടോ, നിർബന്ധിക്കുന്നൊന്നുമില്ല, ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല. ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് ആ കൂട്ടായ്മയിലുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് വാട്സപ്പാണ്. സോ അതുകൊണ്ടാണ്, കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൻ്റെ ഈ ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഞാനും നോക്കുകയാണ്. സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓഫീസിൽ ആൾ സ്റ്റാഫ് ആയാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് അവർ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. സോ അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈശ്വര വിശ്വാസത്തോടെ, നല്ല ഈശ്വര പ്രാർത്ഥനയോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തകളോടെ ജീവിതം മുന്നോട്ട് പോവുക. ഹാപ്പി ആയിട്ട് ജീവിക്കുക. എന്തൊക്കെ പ്രതിസന്ധി വന്ന് നമുക്ക് നേരിടാൻ പറ്റാത്ത, നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ചിന്താഗതിയാ. സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ.